നമസ്കാരം. ഇന്ന് നമ്മൾ ഞാൻ രാജലക്ഷ്മി പിള്ളി, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചി കേന്ദ്രയിൽ നിന്നാണ്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് പുതിയൊരു സബ്ജക്റ്റാണ്. BPSC 146-ന്റെ യൂണിറ്റ് 1. ഈ BPSC 146-ൽ വരുന്നത് കൂടുതലായിട്ട് സംഘർഷങ്ങൾ ഉണ്ടാവുന്നതും അതിൻ്റെ സമാധാനവും, സംഘർഷവും സമാധാനവും, ഇതാണ് കോമ്പിനേഷനായിട്ട് വരിക. അപ്പോൾ സംഘർഷം എന്ന് വെച്ചാൽ എന്താണ്? ഇതിൽ നമ്മൾ മനസ്സിലാക്കാണ്ടിരിക്കുന്നു, എല്ലാവർക്കും സംഘർഷം, അല്ലെങ്കിൽ നമ്മൾ പറയാം അഭിപ്രായ വ്യത്യാസം, വഴക്ക്, ഇങ്ങനത്തെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ മീനിങ് എന്താണ്, വേർഡ് മീനിങ്, കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സംഘർഷത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് മനസ്സിലാകാൻ പറ്റും. അതായത് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, പരസ്പരം അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പരസ്പരം നമ്മൾക്ക് അസോസിയേറ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലായാൽ തന്നെ നിങ്ങൾ അത് ധരിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു വരുമ്പോൾ ഒരു മാനസികമായിട്ട് ഒരു അടുപ്പം കുറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനെ മനുഷ്യർ തമ്മിലായാലും ശരി, രാജ്യങ്ങൾ തമ്മിലായാലും ശരി, മനുഷ്യനും ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ആയാലും ശരി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും ശരി, ഇപ്പൊ ഒരേ വീടിന്റെ അകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ അവിടെ സൗഹാർദ്ദം എന്നുള്ളത് അല്ലെങ്കിൽ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ ഈ ഒരു മെന്റലായിട്ട് ഒരു അടുപ്പം കുറഞ്ഞു വരും, അകൽച്ച കൂടുകയും വരും. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഈ സംഘർഷം എന്ന് പറയാ. മെന്റൽ ആയിക്കോട്ടെ, ഫിസിക്കലായിട്ട് ആയിക്കോട്ടെ, സംഘർഷം ഉണ്ടാവും. ചിലര് ഓപ്പൺ ആയിട്ട് സംസാരിക്കും, ചിലര് പറയില്ല. പറയാണ്ടിരിക്കുമ്പോ നമ്മുടെ മനസ്സിന്റെ അകത്ത് തന്നെ സംഘർഷം ഉണ്ടാവും. എന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞെന്ന് തോന്നില്ലേ? അപ്പൊ ആ സംഘർഷം മനസ്സിനുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നതും സംഘർഷമാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം കോൺഫ്ലിക്റ്റ് ആണെന്ന്. ഇൻഡിവിജ്വലായിട്ട് നമുക്കുണ്ടാകാം, നമ്മളോട് തന്നെ ചില സമയത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ. നമുക്ക് ആദ്യം തോന്നും ഇതാണ് ശരി, പിന്നെ തോന്നും ഇല്ല ഇതാണ് ശരി, ഞാൻ പറയുന്നതാ ശരി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ്, മെന്റൽ കോൺഫ്ലിക്റ്റും നടക്കാറുണ്ട്. അപ്പോ ഈ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ സംഘർഷത്തിന് പല കാരണങ്ങൾ കൂടി ഉണ്ടാവും. അത് നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. അപ്പൊ ഇതിൽ നമ്മൾ എന്താ വെച്ചാല് സോഷ്യൽ ലൈഫില് എല്ലായിടത്തും കാണുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം എന്തിനെ പറ്റിയിട്ടാണ് സംഘർഷങ്ങൾ വരിക? സംഘർഷം വരാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. വളരെ എന്തെങ്കിലും ഒരു പരസ്പര ധാരണയോ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ, അല്ലെങ്കിൽ റിസോഴ്സസ് കിട്ടുന്ന കാര്യങ്ങൾ കിട്ടാണ്ട് വരുന്നു, അങ്ങനെ വരുമ്പോഴും സംഘർഷം വരും. അതേമാതിരി തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ എടുക്കാത്തൊരു സിറ്റുവേഷൻ വരുന്നു, നിങ്ങൾ അതിനോട് താല്പര്യക്കുറവ് കാണിക്കുന്നു, അങ്ങനെ വരുമ്പോഴും അതിനെ നമുക്ക് സംഘർഷം എന്ന് പറയാം. കാരണം ചെറിയ കാര്യങ്ങളായിരിക്കും, അതിന്റെ പരിണാമമായിട്ട് വരുന്നത് ഡിസ്ട്രക്ഷൻ ആണ്, അല്ലെങ്കിൽ വയലൻസ് വരും. പരസ്പരം ഞാൻ കോളേജിലും സ്കൂളിലും റോഡിലൊക്കെ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബസ്സിൽ കയറുന്നു, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നു. അവസാനം വരുമ്പോഴത്തേക്ക് ചെറിയ കാര്യം സോഷ്യലി തന്നെ സംഘർഷങ്ങൾ ഉണ്ടാകാനായിട്ട്. ഇപ്പൊ മിഞ്ഞാന്നത്തെ പേപ്പറിൽ കണ്ടു, കല്യാണത്തിന് പപ്പടം വിളമ്പിയില്ലാന്ന്, പപ്പടം ചോദിച്ചു കൊടുത്തില്ല, അടിപിടിയായി. അപ്പൊ അങ്ങനെ വരുമ്പോ ചെറിയ കാര്യങ്ങളെയാണ് മനസ്സിലാക്കി ബിഹേവിയർ പ്രോബ്ലം ആയിട്ട് ഇത് ലേറ്റർ ഓൺ വരുന്നു, അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു, ഒരാളെ അസ്വസ്ഥനാക്കുമ്പോഴത്തേക്കും അവരതിന്റെ റിയാക്ഷൻ ആയിട്ട് അത് തള്ളലും അടിയും, അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ. കാരണം ദേഷ്യം വന്നു കഴിഞ്ഞാൽ മനുഷ്യന് ബാലൻസ് പോകുന്നു. ആ ബാലൻസ് പോയി കഴിയുമ്പോൾ ആ ദേഷ്യത്തിന്റെ അല്ലെങ്കിൽ ആ ഡിസ്റ്റർബൻസസ്, മെന്റൽ ഡിസ്റ്റർബൻസ് കൊണ്ട് നമ്മളുടെ കൺട്രോള് കുറച്ച് പോവാണ്. അപ്പൊ നമുക്ക് ഏറ്റവും പറ്റാവുന്നത് കുറച്ച് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് മെന്റലായിട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു പറയാണ്ടിരുന്നാൽ വളരെ സൗമ്യമായിട്ട് അത് നമുക്ക് പീസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും ചില ലിങ്ക് ഉണ്ട്, അതായത് ചില ഈഗോസ് ഉണ്ട്. ആ ഈഗോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കത് ഹേർട്ടാവും, അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ റിയാക്ട് ആവും. റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എന്തായിരിക്കും, മനസ്സിലൊന്ന് വിചാരിക്കും, പക്ഷെ പറയുന്നത് വ്യത്യാസം ഉണ്ടാവും. പറഞ്ഞു വരുമ്പോൾ തന്നെ
നമ്മൾ പറഞ്ഞത് മാതിരിയുള്ള അതേ വിധത്തിലായിരിക്കില്ല കേൾക്കുന്ന ആള് എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഈ കാരണങ്ങളൊക്കെ സൊസൈറ്റിയിൽ സാധാരണ കാണുന്നതാണ്. അപ്പൊ ഇതൊരു പറയുന്നതും കേൾക്കുന്നതും ഒരേമാതിരി ലെവൽ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിൽ പോയാലേ അവിടെ അത് മനസ്സിലാക്കാനുള്ള സംഗതി വരുന്നുള്ളൂ. ഇത് അവിടെ വരാത്തിടത്തോളം കാലം പിന്നെ അത് വലിയൊരു ഒരു കൂടുതൽ ഡീപ്പായിട്ട് പോകുന്ന ഒരു വയലൻസ് ആയിട്ട് മാറാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഇതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ സൊസൈറ്റിയിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡിഫൈൻ ചെയ്യാണ്, അല്ലെങ്കിൽ സംഘർഷം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഡിഫറൻസ് ആണ്. ഗോളിൽ ഡിഫറൻസ് ഉണ്ട്, എനിക്ക് പറയുന്ന വാല്യൂസിൽ ഡിഫറൻസ് ഉണ്ട്, പൊസിഷനുണ്ട്. സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാണ്. നമ്മൾ പറയും വാല്യൂസ്. എന്താ വാല്യൂസ് എന്ന് പറയുന്നത്? അച്ഛനമ്മമാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് ഒരു വാല്യൂ ആണ്, ജീവിതത്തിന്റെ ഒരു വാല്യൂ ആണ്. പക്ഷെ ലേറ്റർ ഓൺ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അവരുടെ അച്ഛനമ്മമാരെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് അവരെ കൊണ്ടുപോയി അവരൊരു ന്യൂസൻസ് ആണ് എന്ന് തോന്നത്തക്ക വിധത്തിൽ പെരുമാറ്റം വരിക. അപ്പോ ആ മാനസാന്തരമായിട്ട് പാരൻസിന് അത്രയോ കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ കുട്ടികളെ കൊണ്ടുവരുന്നത്. പക്ഷെ ഈ ഇന്റർ പേഴ്സണൽ ഗ്രൂപ്പിലും ഇതേമാതിരി സംഘർഷം വരാൻ പറ്റും. ഗ്രൂപ്പിലും സംഘർഷം വരാറുണ്ട്, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ സംഘർഷം വരാറുണ്ട്, നാഷണൽ ലെവലിൽ സംഘർഷം വരാറുണ്ട്, ഇന്റർനാഷണൽ ലെവലിലും സംഘർഷം വരാറുണ്ട്. എങ്ങനെ വെച്ചാൽ ഞാനിപ്പോൾ ആദ്യം പേഴ്സണൽ ലെവലിൽ പറഞ്ഞു. ഇനി ഇന്റർ ഗ്രൂപ്പിൽ പറയുമ്പോഴത്തേക്കും ഗ്രൂപ്പിന്റെ അകത്ത് ഒരു എക്സാമ്പിൾ എടുക്കുന്നു. ഏതെങ്കിലും ഒരു ക്ലബാണ്, എക്സ് ആയിക്കോട്ടെ, വൈ ആയിക്കോട്ടെ, റോട്ടറി ആയിക്കോട്ടെ, ലയൺ ആയിക്കോട്ടെ. പക്ഷെ അതൊരു ഗ്രൂപ്പാണ്, ഓർഗനൈസേഷനാണ്. അതിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു അജണ്ടയിലോ എന്തെങ്കിലും ഒരു മീറ്റിംഗിൽ അജണ്ട വയ്ക്കുന്നു, അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ ആരായുന്നു. കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും എല്ലാ സമയവും സപ്പോർട്ടീവായിട്ട് ഇരിക്കണം എന്നില്ല. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ പരസ്പരം വാദപ്രതിവാദം നടക്കും. ഈ വാദപ്രതിവാദത്തിൽ ചില സമയത്ത് പറയുന്നത് മനസ്സിൽ വിചാരിക്കുന്ന ഒന്നായിരിക്കും, പക്ഷെ വായിന്ന് നേരത്തെ ഞാൻ പറഞ്ഞവര് പറയുന്നത് വേറൊന്നായി പോകും. അപ്പൊ കേൾവിക്കാരന് അത് സുഖമുണ്ടാവില്ല. അപ്പൊ അങ്ങനെ നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ രാജ്യത്തിൽ തന്നെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഈ രാഷ്ട്രീയ തലവന്മാര് അല്ലെങ്കിൽ പാർട്ടി തലവന്മാര് സംസാരിക്കുന്ന കൂട്ടത്തില് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും മൈക്കില്. പക്ഷെ അത് മീനിങ് ഫുൾ ആയിട്ടായിരിക്കില്ല, ചിലപ്പോ വേണമെന്ന് വെച്ചിട്ടും ആയിരിക്കില്ല. എന്താ പറ്റുക? കേൾവിക്കാരന് അതിനെ അവരുടെ പാർട്ടീനെ പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ നേതാവിനെ പറഞ്ഞു, അത് ട്വിസ്റ്റ് ചെയ്തെടുക്കാമല്ലോ, മാറ്റിയെടുക്കാമല്ലോ, അതിനെ തരംതിരിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് പൊളിറ്റീഷ്യൻ ലെവലിലും അതേമാതിരി തന്നെ ഇന്റർനാഷണൽ ലെവലിലും ഡിസ്കഷൻസ് നടക്കുമ്പോൾ ഇതൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ആ സംസാരത്തിനെ എത്രത്തോളം കുറച്ച് സംസാരിക്കുവോ, അല്ലെങ്കിൽ പറയുന്നതിന് മുമ്പ് നമ്മൾ വായിന്ന് വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ച് സൂക്ഷിച്ച് സംസാരിക്കുക, കുറച്ച് സംസാരിക്കുക. അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ളതിനെ മനസ്സിൽ വെച്ചിട്ട് 2 പ്രാവശ്യം ആലോചിച്ചിട്ട് 3 പ്രാവശ്യം ആലോചിച്ചിട്ട് പറയണോ വേണ്ടയോ, അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞാൽ അടുത്ത ആൾക്ക് കേൾവിക്കാരനെ അത് എങ്ങനെ കൊള്ളുമെന്നുകൂടെ നമ്മൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടെ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈ കോൺഫ്ലിക്റ്റ്, ഈ സംഘർഷങ്ങൾ, വാക്കുകളാൽ വരുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതിന് ആവശ്യം വേണ്ടത് നമുക്ക് നല്ല വിധത്തിലുള്ള ഒരു മനസ്സിലാക്കാനുള്ള കഴിവ്, അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മതി. വൈഫ് പറയുന്നത് ശരിയായ വിധത്തിൽ ഹസ്ബൻഡ് എടുക്കില്ല, ഹസ്ബൻഡ് പറയുന്നത് റോങ് ആയിട്ട് അതിനെ വളച്ചൊടിച്ച് ഭാര്യ വിചാരിക്കും, അല്ലെങ്കിൽ അമ്മായിയമ്മ വിചാരിക്കും. അങ്ങനെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ ഊതിപ്പെരുപ്പിച്ച് വലിയ സംഘർഷങ്ങളാക്കി മാറ്റുന്നത്. അങ്ങനെ സംഘർഷങ്ങളായിട്ട് മാറ്റി വരുമ്പോൾ അത് അവരുടെ ലൈഫിനെ ഒരു റോങ് ദിശയിലേക്ക് കൊണ്ടുപോകും. ഇനി ഇതിന് 3 ഡിവിഷൻസ് ഉണ്ട്. ഇതിന്റെ സംഘർഷത്തിന്റെ കാരണങ്ങൾ 3 ഡിവിഷൻസ്. ആദ്യത്തെ ആണ് ഞാൻ പറഞ്ഞ ഇമോഷണൽ ആയിട്ട് വരുന്നത്. കൊഗ്നേറ്റീവ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിച്ചിട്ട് പറയുമ്പോൾ ശരിയായിട്ടുള്ള ലെവൽ നല്ല വിധത്തിൽ ആലോചിക്കണം. അത് നല്ല വിധത്തിൽ ആലോചിച്ച് നേർവഴിയിൽ ആലോചിച്ചിട്ട് ശരിക്കും നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരാൾ സംസാരിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡിന്റെ, അല്ലെങ്കിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാണ്,
ഹസ്ബൻഡിന്റെ കൂടെ ഒരു സ്ത്രീയെ കണ്ടു. ഉടനെ ഭാര്യ പ്രശ്നങ്ങളായി, വീട്ടില് അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങളായി, വിവരങ്ങളായി. കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നത് കൊണ്ടോ, ഒരു സ്ത്രീ പുരുഷ സംസർഗം കൊണ്ടോ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ ഒരുമിച്ച് പോകേണ്ടി വന്നത് കൊണ്ടോ ഒന്നും അവർ വഴിതെറ്റി പോകുന്നില്ല. നിങ്ങൾക്ക് പരസ്പര വിശ്വാസമുണ്ടെങ്കിൽ. നമ്മൾ നേരിൽ കണ്ടാൽ കൂടെ ചില സമയത്ത് അത് ശരിയായിക്കൊള്ളുന്നില്ല. അപ്പോൾ അവിടെ ഈ നമ്മളുടെ ബുദ്ധിനെ കൂടെ നമ്മൾ ആലോചിക്കണം. ഇമോഷൻ മാത്രം എടുത്തു വെച്ച് നോക്കരുത്. പെട്ടെന്ന് സ്ത്രീകൾ കൂടുതലും ഇമോഷണൽ ആണ്. ബുദ്ധിപരമായിട്ടൊന്ന് ആലോചിച്ചു പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനം എന്നുള്ളത് അതിന് എങ്ങനെ വരുന്നത്, എങ്ങനെയാ അത് ആയി പോകുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഈ കാലഘട്ടങ്ങളിൽ എല്ലാവരും നല്ല വിധത്തിൽ വിദ്യ അഭ്യസിച്ചിട്ടുള്ളവരാണ്. പക്ഷെ അതിനെ ശരിയായ തരത്തിൽ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. ഇനി ഇതിന്റെ പെർസെപ്ഷൻസ് എന്താന്ന് നോക്കുമ്പോൾ, എന്തുകൊണ്ട് ഇത് ഉണ്ടാവുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതാക്കി ഊതി പെരുപ്പിച്ച് വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാരണത്തിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ വെറുതെ ഒരാളെ സംശയിച്ച് വിശ്വാസക്കുറവ് കൊണ്ട്, അല്ലെങ്കിൽ കേൾവി കൊണ്ട് ആരെങ്കിലും പറഞ്ഞു അതങ്ങനെ തന്നെ വെള്ളം തൊടാണ്ട് വിഴുങ്ങിയിട്ട് നമ്മളുടെ ഫാമിലി ലൈഫിനെ അത് എഫക്റ്റ് ആവും, കുടുംബത്തിന് എഫക്റ്റ് ആവും, അതേമാതിരി നമ്മുടെ നാട്ടിനെ അത് എഫക്റ്റ് ആവും. പൊളിറ്റിക്കൽ ലെവലിൽ വരുമ്പോൾ, ഇന്റർനാഷണൽ ലെവലിൽ വരുമ്പോൾ നമ്മുടെ രാജ്യത്തിന് തന്നെ എഫക്റ്റ് ആവും. അപ്പോൾ ഓരോ പൊസിഷനിൽ ഇരിക്കുന്നവരും അത് പല മൾട്ടിപ്പിൾ തിങ്കിങ്ങിൽ കൊണ്ടുവരണം. എന്ന് കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത ഒരു ഫ്രസ്ട്രേറ്റഡ് ആവുക. എന്തിനാ വെറുതെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും കാര്യങ്ങൾ. പക്ഷെ വെറുതെ ഇങ്ങനെ വല്ലാത്ത വിധത്തിൽ ഒരു സിറ്റുവേഷനെ വേസ്റ്റ് ആക്കി കൊണ്ടുപോകാണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ പകുതി കാര്യങ്ങൾ തീരും. ഒന്നാമത്തെ കാര്യം, കുറച്ച് ക്ഷമ വേണം, കൺട്രോൾ വേണം, സെൽഫ് കൺട്രോൾ വേണം. സെൽഫ് കൺട്രോൾ ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഒരു ബാഡ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിനെ തന്നെ നമ്മൾ വയലൻസ് ബിഹേവിയർ. എന്തിനാണോ ദേഷ്യം വന്നു കഴിഞ്ഞാൽ മനുഷ്യന് സ്ഥിരബുദ്ധി പോകുന്ന പറയാറ്. അപ്പോൾ നമ്മൾക്ക് ദേഷ്യം വന്നു, കയ്യിൽ കിട്ടിയത് എടുത്ത് അടിച്ചു, ആള് താഴെ വീണു മരിച്ചുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് ലോങ് ആയിട്ട് കോമ സ്റ്റേജിൽ വീണു പോയി. പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? അപ്പോൾ നമ്മളുടെ സെൽഫ് കൺട്രോളിനെ, ബിഹേവിയറിനെ, നമ്മളുടെ ദേഷ്യത്തിന്, ആറ്റിറ്റ്യൂഡിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മള് സ്വയമേ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ സ്വയം ചെറുപ്പം തൊട്ട് ഈ എല്ലാ പ്രോബ്ലത്തിനെയും മൾട്ടിപ്പിൾ ആംഗിളിൽ നോക്കിയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലും, അതേമാതിരി താരതമ്യപ്പെടുത്താണ്ട് സ്ഥിരമായിട്ട് നോക്കുക, പരസ്പരം വിശ്വാസത്തോടെ ജീവിക്കാൻ തുടങ്ങിയാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. ഇതേമാതിരി ഇതിപ്പോ ട്രഡീഷണൽ ആണെങ്കിൽ, മിലിറ്ററി കോൺഫ്ലിക്റ്റിലാണെങ്കിലും, അതായത് ആർമിയിലായാലും ശരി, ആർമിയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. ഒബേ ദ ബോസ്, അല്ലെങ്കിൽ ഓർഡർ. ആ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോദിക്കാൻ പാടില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യനിങ് ആണ് അതോറിറ്റീന്. അപ്പൊ എന്താ പറയുക വെച്ചാൽ, നമ്മൾ മിലിറ്ററി ആണോ അല്ല സാധാരണ മനുഷ്യനാണോ, സുപ്പീരിയർ പറയുന്നത് അനുസരിക്കുമ്പോൾ അവിടെ ബിഹേവിയർ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. അവർക്കും സന്തോഷമായി, ഞാൻ പറഞ്ഞത് അനുസരിച്ചു എന്നായി, നമ്മൾക്ക് പ്രശ്നം ക്വസ്റ്റ്യൻ ചെയ്തു എന്നുള്ള ഒരു പ്രോബ്ലം വരുന്നില്ല. അപ്പൊ ഈ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഏറ്റവും സുഖമായിട്ട് നമ്മൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കുഞ്ഞു പ്രായത്തിലാണ്. ചെറിയ കുട്ടികളായിട്ട് ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ, അതായത് ക്ഷമയോടെ കേൾക്കുക, ക്ഷമയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ക്ഷമയോടെ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, പറഞ്ഞു തീർന്നതിന് മുമ്പേ ചൂടാവും, പറഞ്ഞു തീർന്നതിന് മുമ്പേ ശരങ്ങളാണ് വരുന്നത്, ക്വസ്റ്റ്യൻസ്. മനസ്സിലാക്കാൻ ശ്രമിക്കണം, അപ്പൊ മാത്രമേ ഇതിന് ഒരു കുറവ് കിട്ടുള്ളൂ. ഇനി നോർമേറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ കാരണങ്ങൾ വളരെ ചെറുതാ, റാഷണൽ ഡെഫിനിഷൻസ് ആണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് രാജ്യങ്ങൾ തമ്മിലുള്ളതാണെങ്കിൽ, റിലീജിയൻ മതപരമായിട്ടുള്ളതാണെങ്കിലും, വാല്യൂ പരമായിട്ടുള്ളതാണെങ്കിലും, വിശ്വാസ തരത്തിലും നമുക്കൊരു വ്യത്യാസങ്ങൾ ഉണ്ടാവും.
ഈ മതത്തിന്റെ കാര്യം പറയുമ്പോഴാണ് കൂടുതലായിട്ട് ആൾക്കാർ ബ്ലൈൻഡ് ആയിട്ട് ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് റിയാക്ട് ചെയ്യുക, റാഷണൽ ആയിട്ട്, അല്ലെങ്കിൽ റിയാക്ട് ചെയ്തിട്ട് കൂടുതൽ റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിൽ കൂടുതലായിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അവസാനം നമ്മൾക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല, ഡെഫിനറ്റ് ആയിട്ട് നെഗറ്റീവായിട്ടേ പോവുള്ളൂ. അപ്പോൾ ഈ സംഘർഷത്തിനെ എത്രത്തോളം വലുതാക്കാണ്ടിരിക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം നല്ലത്. അല്ലെങ്കിൽ അതിനെ ഊതിപ്പെരുപ്പിക്കാണ്ടിരിക്കുക. കുറച്ച് വിട്ടുവീഴ്ച ഉണ്ടാവണം. പരസ്പരം ആര് സംസാരിക്കുമ്പോഴും വിട്ടുവീഴ്ച ഉണ്ടാവണം, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവണം, പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കണം, അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ ഇതിന് ഒരുപാട് വ്യത്യാസങ്ങൾ വരും ജീവിതത്തിൽ. അപ്പൊ ആ ജീവിതം ഒരു പ്രാക്ടീസ് ചെയ്ത് ചെറുപ്പം തൊട്ടേ പ്രാക്ടീസ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് വലുതായി കഴിഞ്ഞാൽ അത്രയും അത് സ്ട്രെയിൻ ആയിട്ട് തോന്നില്ല. അല്ലെങ്കിൽ തൊട്ടതിനൊക്കെ വഴക്കുണ്ടാക്കാൻ, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ അഭിപ്രായ കാര്യങ്ങൾ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയും വരാം, റൈറ്റ്? അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു വേണം. സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ഇതിന്റെ ഈ ട്രെയിനിങ് കിട്ടിയാൽ വളരെ നല്ല ഒരു സിറ്റിസൺ ആയിട്ട് മാറാൻ പറ്റും ആ പെർട്ടിക്കുലർ ക്യാരക്ടറിന്. ഇനി വയലന്റ് ആയിട്ട് എങ്ങനെയാ വരുന്നത്? എപ്പോഴാണോ ഒരു സുപ്പീരിയേഴ്സ് പറയുന്നതിന് സ്ട്രഗിളാണ്, ഇയാൾക്ക് എപ്പോഴും എന്നെ ഇങ്ങനെ ജോലി എടുപ്പിച്ചുകൊണ്ടിരിക്കണം, എന്തുകൊണ്ട് ആ സീറ്റിൽ നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ട്രബിൾ അവരെ മെന്റലി സംഘർഷം അനുഭവിക്കുന്നുണ്ടാവും നിങ്ങളുടെ സുപ്പീരിയർ. കാരണം നിങ്ങൾ ഏത് മനുഷ്യനായാലും ശരി, ഏത് ജോലിയിലായാലും ശരി, അവർക്ക് മേലെ ഒരു സുപ്പീരിയർ ഉണ്ടാവും. ആ സുപ്പീരിയർ ആയിട്ടുള്ളവർ പറയുമ്പോൾ പല കാരണങ്ങളുണ്ട്. ടൈം ഫാക്ടർ ഉണ്ട്, അതായത് കംപ്ലീഷൻ, ടൈം മാനേജ്മെന്റ് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെയിൻ ഉണ്ടാകും ആ സുപ്പീരിയറിന്. ശമ്പളം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ സബോർഡിനേറ്റ്സ് എന്ത് പറയും എന്നുള്ള മെന്റൽ ട്രോമയും ആ സുപ്പീരിയർ അനുഭവിക്കുന്നുണ്ടാവും. ഈ സബോർഡിനേറ്റ് എന്ത് പറയും? ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കും, പക്ഷെ ഞങ്ങൾക്ക് പൈസ കിട്ടില്ല. പൈസ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റില്ല. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണോ അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനാണോ അവർക്ക് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അതനുസരിച്ചിട്ടായിരിക്കും മണി റിലീസിങ് വരിക. അപ്പൊ അതനുസരിച്ചിട്ട് ഈ സുപ്പീരിയർക്ക് സബോർഡിനേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. സോ എവിടെയാണോ സുപ്പീരിയർ ഫോഴ്സസ് ഉണ്ടത്, മെക്കാനിസം ഉണ്ട്, ബാലൻസ് ചെയ്ത് പോണം. അപ്പോൾ മാത്രമേ അവര് ഒരു സുപ്പീരിയറിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒരു സുപ്പീരിയർ ആയിട്ട് ഇരുന്ന് നോക്കണം. കുറച്ചു കാലമെങ്കിലും നമ്മൾ സുപ്പീരിയർ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാലേ ആ സ്ട്രെയിൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം സബോർഡിനേറ്റിന് 30-ാം തീയതി കഴിഞ്ഞാൽ 1-ാം തീയതി ശമ്പളം കിട്ടിയാൽ മതി, അത്ര മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് മാസം 30 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലെ പണം വന്നു കഴിഞ്ഞാൽ വെരി ഹാപ്പി. പക്ഷെ ഇതിന് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ഇറിറ്റേഷൻ വരും. അപ്പോൾ നമ്മളെന്താ തോന്നുക? നമ്മുടെ സുപ്പീരിയർ ഇതിനു വേണ്ടി ആക്ഷൻ എടുക്കുന്നില്ല. നമ്മുടെ സുപ്പീരിയറിന് എൻ്റെ അടുത്ത് ഗ്രഡ്ജുണ്ട്, എന്നെ പിടിക്കണില്ല, എന്നെ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് എൻ്റെ ശമ്പളം ഡിലേ. അങ്ങനെയല്ല. കാരണം അത് ആരുടെയും കയ്യിലല്ല, അത് സമാധാനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ നോംസ് ആൻഡ് കണ്ടീഷൻസ് പോയിക്കൊണ്ട് വേണം പോവാനായിട്ട്. അല്ലാണ്ട് ഒരാൾക്കും ഒരാളുടെ സാലറിയോ ഒരാളുടെ പ്രൊമോഷനോ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു സിസ്റ്റം ഉണ്ട്, അതായത് വർക്കിംഗ് സിസ്റ്റം എന്ന് പറയും. ആ വർക്കിംഗ് സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ അനാവശ്യമായിട്ട് ഈ ഇമോഷണൽ ട്രോമ കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. ഈ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, വായ് വിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം അത് പോയി കഴിഞ്ഞാൽ, കയ്യിൽ നിന്ന് പോയ ആയുധം തിരിച്ചെടുക്കാൻ പറ്റില്ല, വായിന്ന് പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആവശ്യമില്ലാത്ത കാര്യത്തില് സുപ്പീരിയർ ഇത് അറിഞ്ഞു, സുപ്പീരിയറിനെ ക്രിട്ടിസൈസ് ചെയ്യാം, എല്ലാരെയും ക്രിട്ടിസൈസ് ചെയ്യാം. ദർ ഇസ് നോ, എന്താ പറയാ, അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അത് ഹെൽത്തി ആയിരിക്കണം.
നമ്മൾ ഒരു ഡിബേറ്റിലിരിക്കുകയാണ്, നമ്മൾ ചർച്ചയിലിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ കൂടിയും ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെയോ വ്യക്തി ജീവിതത്തിനെയോ അല്ലെങ്കിൽ അവർക്ക് വിരോധം മനസ്സിൽ കൊള്ളുന്ന വിധത്തിലോ ആ കൊള്ളുന്ന വിധത്തിൽ പറയാണ്ടിരിക്കുക. അത് ഇങ്ങനെ ചെയ്തിരുന്നാൽ കുറച്ചുകൂടെ നന്നായേനെന്ന് പറയുമ്പോൾ ആ പറയുന്ന നെഗറ്റീവിനെ തന്നെ ഒരു പോസിറ്റീവ് ടോണിൽ പറയുകയാണെങ്കിൽ ഈ വയലന്റ് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ തോന്നില്ല മനസ്സിൽ. അല്ലെങ്കിൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്തു, എന്നെ പബ്ലിക്കിൽ വെച്ച് എന്നെ ഹേർട്ട് ചെയ്തു എന്ന് തോന്നേണ്ട ഒരു കാര്യം വരുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ ലോകത്തിൽ തന്നെ വയലന്റ് ആയിട്ട് കൂടുതൽ ആൾക്കാർ ഇതിനെ മനസ്സിലാക്കാണ്ടും ഇമോഷൻ റൂൾ ചെയ്യുമ്പോൾ ബ്രെയിനിനെ അത് ബ്ലോക്ക് ചെയ്യുന്നു. ആ ബ്ലോക്കിലാണ് എന്തെങ്കിലുമൊക്കെ വയലന്റ് ആയിട്ടുള്ള ആക്ഷൻസ് നടക്കുന്നത്. ഈ സംഘർഷത്തിന് പല സ്റ്റേജുകളുണ്ട്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേതായിട്ട് നമ്മൾ പറയുന്നത് 2 പേഴ്സൺസ് തമ്മിലാണ്, 2 ആൾക്കാർ തമ്മിൽ. ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, ഇല്ല ഞാൻ പറയണില്ല. അത് നിങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യമാണ്. അപ്പോ ആ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ, എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ നിങ്ങൾ മാനിക്കണം, നിങ്ങൾ റെസ്പെക്ട് ചെയ്യണമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ മാത്രമേ അത് നടന്നു പോവുള്ളൂ. അതേമാതിരി തന്നെ പേഴ്സണലായിട്ട് ഒരു ഗ്രൂപ്പായിട്ട്, 1 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ 4 ആയിക്കോട്ടെ 10 ആയിക്കോട്ടെ, ഒരു ഗ്രൂപ്പായിട്ട് വരികയാണ്. അവരുടെ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങള് അതിനെ നമ്മൾ മാനിച്ചിരിക്കണം. കാരണം ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈ നമ്മളുടെ വിരലിൽ കയ്യിലെത്തുള്ള 5 വിരലും 5 ഡ്യൂട്ടിയിൽ ചെയ്യുന്നതാണ്. ഇപ്പോ ഈ വിരൽ കൊണ്ട് നമ്മൾ പേന പിടിക്കാൻ സമയത്ത് ഈ തമ്പ് വിരലില്ലെങ്കിൽ നമുക്കത് പേന പിടിച്ച് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായ അഭിപ്രായങ്ങൾക്കും വാല്യൂ ഉണ്ട്. അല്ലെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, അതിന് കുറച്ചുകൂടെ നമ്മൾ കാര്യമായിട്ട് അതിനെ മനസ്സിലാക്കണം. ഈ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ സംഘർഷത്തിൽ നമ്മൾ ഏറ്റവും കാണുന്നത് പരസ്പരം നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി തന്നെയാണ്, ഗ്രൂപ്പിലും അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാഞ്ഞിട്ടാണ്. ഓരോ വിരലിനും പേന പിടിക്കാൻ ഇത് വേണമെങ്കിൽ, ഒരുമിച്ച് എന്തെങ്കിലും സാധനങ്ങൾ കൂട്ടിപ്പിടിക്കണമെങ്കിൽ 5 വിരലും ഒരുമിച്ച് നിൽക്കണം. അപ്പോൾ യൂണിറ്റി ഇല്ലാണ്ടായി പോകും. ഗ്രൂപ്പായിട്ട് നിൽക്കണം. യുണൈറ്റഡ് വി സ്റ്റാൻഡ് എന്നുള്ളതാണ് അതിന്റെ മെത്തേഡ്. അപ്പൊ ആ മെത്തേഡിനെ നമ്മൾ ഫോളോ ചെയ്യണം. ഇങ്ങനെ വരുമ്പോൾ ഇതേമാതിരി തന്നെയാണ് ഇൻട്രാ ഗ്രൂപ്പിലും വരുമ്പോൾ. ഒരു ഗ്രൂപ്പിന്റെ അകത്ത് നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ഗ്രൂപ്പിന്റെ അകത്തുള്ള കോൺഫ്ലിക്റ്റ്, ഈ കോൺഫ്ലിക്റ്റിനെ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഒരു ഗ്രൂപ്പിന്റെ അകത്ത്. അത് ക്രിസ്ത്യൻ ഗ്രൂപ്പ് ആയിക്കോട്ടെ, മുസ്ലിം ഗ്രൂപ്പ് ആയിക്കോട്ടെ, അല്ല വീടിന്റെ ഓർഗനൈസേഷണൽ സോഷ്യലി ഓർഗനൈസേഷൻ റോട്ടറി ആയിക്കോട്ടെ, ലയൺസ് ക്ലബ് ആയിക്കോട്ടെ, ആ ഗ്രൂപ്പ് മെമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ വിമൻസ് ക്ലബ്, എറണാകുളത്തെ വിമൻസ് ക്ലബ്, അവിടെ തന്നെ മെമ്പേഴ്സ് തമ്മിൽ പരസ്പരം കല്ലുകടിയാണ്, അല്ലെങ്കിൽ സൊസൈറ്റിക്കകത്ത് തന്നെ. പക്ഷെ പുറത്തെല്ലാവരും ഭയങ്കര ക്ലീൻ ആയിട്ട് ഫേസ് വെച്ചിരിക്കും. വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട് നമ്മളുടെ സ്കൂളിലായാലും ശരി, കോളേജിലായാലും ശരി, ഓഫീസായാലും ശരി, ഏത് വ്യാപാര സ്ഥാനങ്ങളായാലും ശരി, എല്ലായിടത്തും ഈ ഗ്രൂപ്പ് ഉണ്ടാവും. ഈ ഗ്രൂപ്പ് വരുന്ന അഭിപ്രായങ്ങളിനെ അതിൻ്റെതായ വാല്യൂ കൊടുത്തെടുക്കുകയാണെങ്കിൽ അത് അവിടെ സംഘർഷമായിട്ട് മാറില്ല. പക്ഷെ അതിന് നമ്മൾ ആവശ്യമില്ലാണ്ട് പൊടിപ്പും തൊങ്ങലും വെച്ച് മസാല കൂട്ടിക്കഴിഞ്ഞാലാണ് ഇത് വലിയൊരു പ്രോബ്ലം ആയിട്ട് മാറുക. അപ്പോ നമ്മള് ഹിസ്റ്ററി കാലത്തൊക്കെ, പണ്ട് കാലത്തല്ലേ ഒരു കാര്യങ്ങളുണ്ട്. വളരെ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന കലശം അല്ലെങ്കിൽ മൺകുടം, ഈ മൺകുടം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ആ ക്ലേ കിട്ടിയില്ലെങ്കിൽ, അതായത് മണ്ണ് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ കുടം അല്ലെങ്കിൽ പോട്ടേഴ്സിന് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ പ്രോബ്ലംസ് എല്ലാവരും ഒരേ വർക്കിൽ നിൽക്കുന്നവരോ ഒരേ പ്രൊഫഷണൽ ഉള്ളവരാണെങ്കിൽ അവരുടെ പ്രോബ്ലം അവർ മനസ്സിലാക്കിയിട്ട് അവർ ഒരുമിച്ച് നിൽക്കും. അപ്പൊ അതേമാതിരി തന്നെ കാഞ്ചീപുരം സാരി ആയാലും ശരി,
ഏത് ഗ്രൂപ്പായാലും ശരി, ഏത് ഓഫീസായാലും ശരി, ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ കോൺഫ്ലിക്റ്റിനെ, അവരുടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സംഘർഷം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇനി 2 ഗ്രൂപ്പ്, രണ്ട് ആൾക്കാരായിക്കോട്ടെ, 2 ഡിഫറെന്റ് ക്യാമ്പ് ആയിക്കോട്ടെ, ഗ്രൂപ്പ് ആയിക്കോട്ടെ, അവിടെയും ഇതേ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇന്റർ ഗ്രൂപ്പ്, ഇവിടത്തെ ഫോർ എക്സാമ്പിൾ ഇവിടത്തെ മലയാളി ഗ്രൂപ്പും നാട്ടിലുള്ള മലയാളി ഗ്രൂപ്പും പുറത്തുള്ള മലയാളി ഗ്രൂപ്പും. അപ്പോൾ ഓണം വരികയാണ്, ഗ്രൂപ്പുകൾ തമ്മിൽ ഉള്ള വ്യത്യാസങ്ങൾ, കോമ്പറ്റീഷൻ നടത്താം, എപ്പോഴും നല്ല കാര്യമാണ് കോമ്പറ്റീഷനായിട്ട് കൊണ്ടുവരുന്നത്. അത് ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി ഇതിലെ ഒരു ലൈഫ് സൈക്കിളാണ്. ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെ അത് ചെയ്ത് ലൈഫിൽ തന്നെ പല പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഓരോ സംഘർഷങ്ങൾ ഫേസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ നമ്മളുടെ ബുദ്ധിപരമായിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക. ഏത് മെത്തേഡ് ഉപയോഗിക്കണം, ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കണം, എങ്ങനെയായിരിക്കണം ഈ സംഘർഷത്തിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുക, എങ്ങനെ മാനേജ്മെന്റ് ലെവലിൽ ഇതിനെ പ്രസന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഒരാളെ നോവിക്കാണ്ട്, മാനേജ്മെന്റിന്റെ ഈഗോനെ നോവിക്കാണ്ട് നമ്മളുടെ കാര്യങ്ങൾ എങ്ങനെ എടുക്കാൻ പറ്റും. അതവിടെ നമ്മള് തന്ത്രമാണ്, നയതന്ത്രം എന്നാണ് പറയുക അതിന്, ഡിപ്ലോമസി അല്ലെങ്കിൽ നയതന്ത്രം. അപ്പൊ നയതന്ത്ര വിധത്തിൽ നമ്മൾ എങ്ങനെ അതെങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സൈക്കിൾ എന്ന് പറഞ്ഞത്, ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞത്. പല സമയത്ത് പല കോൺഫ്ലിക്റ്റ് ആയിരിക്കും നമ്മൾ അനുഭവിച്ചു പോകുന്നത്. ഇനി ഇതിനെ പോസിറ്റീവായിട്ട് പറയാം. പോസിറ്റീവ് പീസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നെഗറ്റീവായിട്ടുള്ള കണ്ടീഷനെ അത് നമ്മൾ ഒരു പോസിറ്റീവ് ലെവലിലേക്ക് മാറ്റിക്കൊണ്ടുവരണം. അപ്പോൾ മാറ്റിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ കഴിയുന്നിടത്തോളം ഒരു ഡിസ്കഷൻസിലിരുന്ന് മാക്സിമം നമ്മൾ സംസാരിച്ച് എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് അതിനെ വലുതാക്കി അത് ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ വഷളാക്കാണ്ട് ഒരു സമാധാന ചർച്ച ഇല്ലാണ്ട് പോകുമ്പോഴാണ് അത് ക്രൈസിസ് ആയിട്ട് വാറാവുന്നത്. ലേറ്റർ ഓൺ അതൊരു വാറായിട്ട് മാറും. നമ്മളുടെ നമ്മളുടെ ബ്രിട്ടീഷ് ടൈമില് മഹാത്മാഗാന്ധി പീസ് കോൺഫറൻസിന് പോയിട്ടും എപ്പോഴാണോ അത് ഫെയിലിയർ ആയി പോയത്, ഡിസ്കഷൻസ് ഫെയിലിയർ, റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഫെയിലിയർ ആയത്, പിന്നെ ഡു ഓർ ഡൈ അങ്ങനെ പല വിധത്തിലുള്ള മെത്തേഡ്സ്, മൂവ്മെന്റ്സ് കൊണ്ടുവച്ചു. കാരണം സമാധാനപരമായ സംസാരം വഴി ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അത് അവസാനിക്കുന്നത് വാറിലാണ്. വാർ ഇൻ ദ സെൻസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നമ്മൾ പീസ്ഫുൾ ആയിട്ടുള്ള വാറായിരുന്നു. അത് നമ്മൾ ഉപയോഗിച്ച മെത്തേഡ്സ് നോൺ വയലൻസും സത്യാഗ്രഹമായിരുന്നു. അവിടെ ബ്ലഡ് ഷെഡ് ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ ആ കാലഘട്ടമല്ല ഇപ്പോൾ അങ്ങനെയല്ല പോകുന്നത്. അതുമാതിരി നമ്മൾ എത്രത്തോളം ഇതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മൾക്ക് സമാധാനപരമായി വയലൻസിനെ സോൾവ് ചെയ്ത് അങ്ങനെ കൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ പോസിറ്റീവ് പീസ് എന്ന് പറയുന്നത്. ഇനി പലവിധ ഘട്ടങ്ങളുണ്ട്, ഈ സംഘർഷത്തിന് പല ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഈ സംഘർഷം ഉണ്ടാകാണ്ടിരിക്കാൻ ശ്രമിക്കണം, പ്രിവെന്റ് ചെയ്യണം, മനസ്സിൽ പ്രിവെൻഷൻ ഉണ്ടാക്കുക. പിന്നത്തത് മാനേജ്മെന്റ് ചെയ്യുക, ഏത് വിധത്തിൽ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. ഒരു സംഘർഷം വന്നു, ഓക്കെ ഫൈൻ, സംഘർഷം വന്നു, പക്ഷെ അടുത്ത സ്റ്റെപ്പായിട്ട് ഇതെങ്ങനെയാ സോൾവ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അതിനെ ഏത് വിധത്തിൽ കൊണ്ടുപോകാം, അതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കുന്ന സിറ്റുവേഷൻ. അത് കഴിഞ്ഞിട്ട് ശരി, ഇതിനിപ്പോ വന്നു, ഇപ്പൊ സിമ്പിളായിട്ട് ഞാൻ പറയുന്നു, ഇവിടെ കൊച്ചിയിൽ വെള്ളം മുങ്ങി, റോഡ് മുഴുവൻ മുങ്ങി, റൈറ്റ്? അപ്പോ മഴ വരുന്നു, മഴ പെട്ടെന്ന് ഇങ്ങനെ വന്നു, എങ്ങനെ സംഘർഷം വന്നു, ഈവൻ റോഡൊക്കെ ഫുള്ളായി. ഇതൊക്കെ നേരത്തെ കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, മാനേജ്മെന്റിനോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ ചെയ്യാൻ പറ്റാത്തത്, പക്ഷെ ഉടനെ സൊസൈറ്റീനെ അല്ലെങ്കിൽ മാനേജ്മെന്റിനെ അല്ലെങ്കിൽ മിനിസ്ട്രിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാലാവുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്ത് പോവുക. എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളതാണ്. മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, ഒരു സംഘർഷത്തിനെ അതിനെ വലുതാക്കി
ക്രിട്ടിസൈസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. ഒരാളെ പറ്റി പരദൂഷണം പറയാൻ വളരെ എളുപ്പമാണ്. നെഗറ്റീവായിട്ട് ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷേ അതിനുള്ളൊരു സൊല്യൂഷൻ, എന്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കാം, ഏത് വിധത്തിൽ ഇതിനെ നമ്മൾക്ക് സോൾവ് ചെയ്യാം, അതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ഈ സൈക്കിൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ എത്രത്തോളം പ്രിവെന്റ് ചെയ്ത് കൊണ്ടുപോകാം, ഏതൊക്കെ വിധത്തിലാണ്, 5 ലെവലിലുണ്ട്. ആദ്യത്തേത് പറഞ്ഞു സ്റ്റേബിൾ ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള സംസാരം, പിന്നെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള സംസാരങ്ങൾ, പിന്നെ ഓപ്പൺ കോൺഫ്ലിക്റ്റ്. ഓപ്പൺ ആയിട്ട് നമ്മൾ പരാമർശിക്കുന്ന, ഞാൻ ഇന്ത്യൻ ഇതിനെ തന്നെ നാം എടുക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്തു, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പീസ്ഫുൾ നമ്മൾ എല്ലാവിധ മെത്തേഡും അഡോപ്റ്റ് ചെയ്തിട്ട് പറ്റാണ്ടായപ്പോഴാണ് നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഈ മൂവ്മെന്റ് ഒക്കെ കൊണ്ടുവന്നത്. ആ സമയത്ത് വാറിന് പകരം എന്നുള്ള ലെവലാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ രാജ്യത്തില് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് കൂടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു, ക്രൈസിസ് ഉണ്ടായിരുന്നു, വിഭജനം അല്ലെങ്കിൽ ബൈ നേഷൻ തിയറി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ വിഭജിച്ചാൽ, അല്ലെങ്കിൽ ജിന്ന പറഞ്ഞു ഇവിടെ ബ്ലഡ് ഷെഡ് ഉണ്ടാകും, വാർ ഉണ്ടാകും. അപ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിച്ച്, ശരി അങ്ങനെ ഒരു ബ്ലഡ് ഷെഡ് ഉണ്ടാവേണ്ട, ഒരു ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് വരാണ്ടിരിക്കാൻ അല്ലെങ്കിൽ സംഘർഷം വരാണ്ടിരിക്കാൻ വിഭജിക്കുക. വിഭജിച്ച് അതിനെ അവോയ്ഡ് ചെയ്തു, വാറിനെ നമ്മൾ അവോയ്ഡ് ചെയ്തു, അല്ലെങ്കിൽ ആ യുദ്ധത്തിനെ നമ്മൾ അവോയ്ഡ് ചെയ്തു, ബ്ലഡ് ഷെഡ് അവോയ്ഡ് ചെയ്തു. എന്നിട്ടാണ് ഈ പീസ്ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റേബിൾ ആയിട്ട് ഒരു പാകിസ്ഥാൻ ഫോർമേഷൻ അങ്ങനെ വന്നതാണ്. അപ്പോൾ രാജ്യത്തിലുള്ള നേതാക്കന്മാരെ എപ്പോഴും ഇതിനെപ്പറ്റി വേണ്ട ആലോചിക്കേണ്ട, ഏതൊക്കെ വിധത്തിൽ നമ്മളുടെ ജനതയെ ഉപദ്രവിക്കാണ്ടും എൻവയറമെന്റിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ടും വലിയ പ്രശ്നങ്ങളില്ലാണ്ട് സോൾവ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുന്ന ജനതയും ജനനേതാക്കന്മാരുമാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോഴേ നമുക്ക് എപ്പോഴും സമാധാനപരമായ ഒരു സിറ്റുവേഷൻ കിട്ടുള്ളൂ. സമാധാനമായ ഒരു രാജ്യം അതേ വിധത്തിൽ വരിച്ച്, അങ്ങനെ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യം പുരോഗതിക്ക് പോവുള്ളൂ. ഓക്കെ, ഇതില് കോൺഫ്ലിക്റ്റിൽ നമ്മൾ പറയുന്ന സൈക്കിളില് നമ്മൾ നേരത്തെ പറഞ്ഞു, അൺസ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനെ പറ്റി പറഞ്ഞു, നെഗറ്റീവ് ആയിട്ടുള്ളതിനെ നമ്മൾ എങ്ങനെ വിധത്തിലും പോസിറ്റീവ് ആക്കി എടുക്കുക. ഓപ്പൺ കോൺഫ്ലിക്റ്റ്, നമുക്ക് ഇവിടെ ചൈനീസ് ഗവൺമെന്റിന്റെ അറ്റാക്ക് ഉണ്ടായിരുന്ന സമയത്തായിക്കോട്ടെ, പാകിസ്ഥാൻ ഗവൺമെന്റ് അറ്റാക്ക് ആയിട്ട് ബോർഡർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു. ഓപ്പൺ ആയിട്ട് കോൺഫ്ലിക്റ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചത് അവരെ അറ്റാക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പോൾ ഈ നമ്മൾ ഇപ്പോഴും മിലിറ്ററി ഓപ്പറേഷൻസ് എടുക്കാണ്ട് എത്രത്തോളം നമ്മൾ ഏത് വിധത്തിൽ ഈ ക്രൈസിസിനെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഈ ക്രൈസിസിനെ സോൾവ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ മെത്തേഡ്. അല്ലാണ്ട് യുദ്ധം ഡിക്ലെയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. യുദ്ധം ഡിക്ലെയർ ചെയ്യാനും അതിന്റെ കൂടെ ഇപ്പൊ യുക്രൈനിൽ നടക്കുന്നത് കണ്ടില്ല, എന്തൊരു വാറാ നടക്കുന്നത്, എത്ര ആൾക്കാരുടെ പ്രശ്നങ്ങളാ കൂടുതലായി പോകുന്നത്. അപ്പൊ ഏത് വിധത്തിൽ അത് യുക്രൈൻ വാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ റഷ്യയുടെ അറ്റാക്ക് ആയിക്കോട്ടെ, പക്ഷെ അതിനെ ഒന്ന് സോൾവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ രാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പീസ്ഫുൾ ആയിട്ട് താമസിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇന്റർനാഷണലി അത് ഒരു ഉപയോഗപ്പെടും. അപ്പൊ ഇതിനെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ആലോചിച്ച് മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് ഓരോരുത്തരുടെ പൊസിഷനും അതിന്റെ പവറിനെയും പറ്റി നോക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നത്. ഇനി ഈ കോൺഫ്ലിക്റ്റില് നമ്മൾ നേരത്തെ പറഞ്ഞു മിലിറ്ററി ഓപ്പറേഷൻസ്, വാർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ, യുദ്ധം പുറപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോരം പ്രശ്നങ്ങളായിരിക്കും, കൂടുതലാവും. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാണ്, കുവൈറ്റ് വാർ ഉണ്ടായിരുന്നു. കുവൈറ്റ് ഇറാഖിൽ നിന്ന് ഇറാഖീസ് കുവൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ഓയിൽ വെൽസിൽ റിട്രീവ് ചെയ്യുന്ന സമയത്ത്, തിരിച്ചു പോകുന്ന സമയത്ത് വാറ് 10 ദിവസം കൊണ്ട് എത്ര നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. അതേസമയം അവരുടെ ഓയിലിന്റെ ഡെപ്പോസിറ്റ്സിൽ പോകുന്ന സമയത്ത് തീയിട്ടോണ്ട് പോവുക, എനിക്കില്ലെങ്കിൽ തങ്ങൾക്കും വേണ്ട എന്നുള്ള ലെവലിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് തോട്ട്, നെഗറ്റീവ് ആക്ഷൻ വരുമ്പോൾ മനുഷ്യന്റെ മനസ്സിന്റെ അകത്ത് കൂടുതൽ ഈവിൾ തോട്ട്സ് ആണ് വരുന്നത്.
നെഗറ്റീവ് തോട്ട്സാണ് വരുന്നത്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ നിൽക്കണം. അതിന് യുദ്ധ ലെവലിലേക്ക് വരുമ്പോൾ കുവൈറ്റ് യുദ്ധത്തിൽ എത്ര പേരുടെ ജീവൻ പോയത്, എത്ര ആൾക്കാരുടെ സ്വത്ത് പോയി, എത്ര ആൾക്കാരുടെ ഡിസ്ലൊക്കേഷൻ വന്നു, ഇതൊക്കെ നമ്മൾ എപ്പോഴും ഒന്ന് ആലോചിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ഇതിനെ പ്രിവെൻഷൻ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ഈ സ്റ്റേബിളും പീസ്ഫുൾ മെത്തേഡും തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോവുക, ഡയറക്റ്റ് ആയിട്ട് എത്രത്തോളം എടുക്കാൻ പറ്റുമോ അതെടുത്ത് പോവുക. ഗ്രൂപ്പലല്ല. ഇനി എയിം ചെയ്യേണ്ടത് നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് എത്രത്തോളം നമ്മളുടെ സാമ്പത്തികം നന്നാക്കാൻ പറ്റും, എത്രത്തോളം പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ പറ്റും, കൾച്ചറൽ അനാട്ടമി, ഇതിലൊക്കെ കുറച്ച് ഫോക്കസ് ചെയ്യുക. അതേമാതിരി തന്നെ ആൾക്കാരെ മനസ്സിലാക്കുക, അവർക്ക് ആവശ്യമില്ലാത്ത സസ്പീഷൻ ഉണ്ടാക്കാണ്ടിരിക്കുക. അല്ലെങ്കിൽ സംശയം എന്നുള്ളത് വളരെ മോശമായ ഒരു സിറ്റുവേഷനാണ്. സംശയം കാരണം കുടുംബത്തിലായാലും ശരി, രാജ്യത്തിലായാലും ശരി, പരസ്പരം സംശയം എന്നുള്ളത് ഒരു നെഗറ്റീവ് തോട്ടാണ്. അതില്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ പകുതി കാര്യങ്ങളും സോൾവ് ആയി പോകും. അപ്പൊ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ശരി ഇതൊക്കെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പിലാക്കി കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ ഇതിന് പ്രിവെൻഷനായിട്ട് വരാൻ പറ്റുള്ളൂ. ഇനി ക്രൈസിസ് മാനേജ്മെന്റ്, ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നു, ക്രൈസിസ് ആയിപ്പോയി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റണം. എങ്ങനെയായിരിക്കണം ഇതിനെ നമ്മൾ സർവൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് വരുന്ന ക്രൈസിസ് മാനേജ്മെന്റിനൊക്കെ ട്രെയിനിങ് കൊടുക്കാം. ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് ആണ് ഫോർ എക്സാമ്പിൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ, ക്രൈസിസ് മാനേജ്മെന്റ് വരുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു ക്രൈസിസ് മാനേജ്മെന്റ് പ്രസരം ചെയ്ത പ്രാക്ടീസ് കൊണ്ട് ചെയ്യിക്കാറുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഡ്രില്ല് കൊടുക്കും. ഡ്രില്ല് ചെയ്യും. ഒരു മിനിറ്റിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു സ്കൂളിൽ ഒരു ഫയർ വന്നു, ഫയർ ക്രൈസിസ് ആയി. അപ്പോൾ ഫയർ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം, അത് എങ്ങനെ ആയിരിക്കണം, അതിന് കുട്ടികളെ എസ്കേപ്പ് ചെയ്യിപ്പിക്കുക, ഫയറിൽ പെടാണ്ട് നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് ഈ ഫയർ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രില്ലുണ്ട്. ആ ഡ്രില്ലില് അവരെ കൊണ്ട്, സ്റ്റുഡൻസിനെ കൊണ്ട് എല്ലാ ആഴ്ചയിലും 1 മിനിറ്റ് ആ ബെല്ലടിക്കുക. ആ ഡ്രിൽ മാനേജ്മെന്റ്, അതായത് ഈ ഫയർ ക്രൈസിസ് ആൾക്കാർ, ഫയർ ബ്രിഗേഡുകാർ വന്ന് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇന്ന വഴി കൂടെ, ഇന്ന ലൈനിൽ കൂടെ കുട്ടികളെ ആദ്യം. അപ്പോൾ ഈ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി അത് പ്രാക്ടീസ് ആയിട്ട് 1 മിനിറ്റ് ഇൻ എ ഡേ, ഒരു മിനിറ്റിൽ 1 മിനിറ്റ് കൊണ്ട് 4000 പിള്ളേരെ ഒരു കുട്ടിക്കും ആപത്ത് വരാണ്ട് ഫയർ വന്നാൽ എസ്കേപ്പ് ചെയ്യാൻ എങ്ങനെ പറ്റും, അത് ഡ്രില്ല് കൊടുക്കണം. ആ ഡ്രില്ല് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ പാനിക്കാവും, സ്റ്റുഡൻസും പാനിക്കാവും, ടീച്ചേഴ്സും പാനിക്കാവും. ഒന്നിന്റെ മേലെ ഒന്ന് വീണ്, സ്റ്റെയർ കേസിൽ വീണ് അത് വലിയൊരു പ്രോബ്ലം ആയിട്ട് വരും. അപ്പൊ ഇത് ചെയ്യാൻ പറ്റുന്നത് ഏതേത് മാനേജ്മെന്റ് ആണോ അവരെ ക്രൈസിസ് മാനേജ്മെന്റിനെ ഡിസ്കസ് ചെയ്ത് പ്രാക്ടീസ് കൊടുപ്പിച്ച്, ഡ്രില്ല് കൊടുപ്പിച്ചിട്ട് മെന്റലി ഫിസിക്കലി ആ സിറ്റുവേഷൻ ഉണ്ടാക്കി തയ്യാറാക്കി വെക്കുക എപ്പോഴും. ഇതേമാതിരി തന്നെ ഈ ക്രൈസിസ് മാനേജ്മെന്റ് നേഷനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ മിലിറ്ററിയാണ്. അതുകൊണ്ടാണ് ഈ മിലിറ്ററി ആൾക്കാർ എപ്പോഴും ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മിലിറ്ററി ലെവലിലായാലും ശരി, പൊളിറ്റിക്കലായാലും ശരി, ഇതൊക്കെ നമ്മൾക്ക് ഒരാളുടെ ഉപകാരങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയായിരിക്കും അടുത്തവരുടെ ഒപ്പോണന്റിന്റെ വില്ലിങ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ അതൊക്കെ നമ്മൾ അറിഞ്ഞ് കേട്ട് ഹേർട്ട് ചെയ്യാണ്ട് വിധത്തിൽ നമ്മൾ എക്സ്റ്റേണൽ ഫാക്ട്സിനെ നോക്കി പോകണം. ഇനി കോൺഫ്ലിക്റ്റ് സെറ്റിൽമെന്റ്, എങ്ങനെയാണ് ഇതിനെ സമാധാനപരമായിട്ട് അതിനെ വിശദമായിട്ട് അതിനെ സംസ്കരിക്കുക അല്ലെങ്കിൽ നിർത്തിക്കുക. ഇത് എങ്ങനെയാന്ന് വെച്ചാല് കമ്പാറ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ടുവരണം. റിസോഴ്സസ് ആണെങ്കിൽ ആ റിസോഴ്സസ് കിട്ടുന്നത് എങ്ങനെയായിരിക്കണം, പവർ എങ്ങനെയായിരിക്കണം. സീറോ സം ഗെയിം ആണെന്നാണെന്ന് സാധാരണ നമ്മൾ ഇതിനെപ്പറ്റി സംഘർഷനെ പറയാറുള്ളത്. അതിലൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. റെസൊല്യൂഷൻ, എങ്ങനെയാണ് ഇത് നമ്മൾ റെസൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതെങ്ങനെ സോൾവ് ചെയ്യും? അതിനാണ് നമ്മൾ മാനേജ്മെന്റ്, ക്രൈസിസ് മാനേജ്മെന്റ് നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്ന് പതുക്കെ ഓരോ കാര്യങ്ങളെടുത്ത് കൺഫ്യൂസ് ചെയ്യാണ്ട് മനസ്സിലാക്കി കൊടുത്ത് അതിന്റെ അണ്ടർലൈങ്, അതിന്റെ പരമാർത്ഥം മനസ്സിലാക്കി കൊടുത്ത് അത് എങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് അവന് ഡ്രില്ല് കൊടുത്തു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റും. പറ്റാത്ത ഒന്നുമില്ല.
എല്ലാത്തിനും സോൾവ് ചെയ്യാൻ പറ്റും. ഈ റെസൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിനൊരു ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇനി ഇതിനെ ഈ സംഘർഷത്തിന് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാണ്. എന്തായിരിക്കും? പീസ്ഫുൾ ആയിട്ടുള്ള സ്റ്റഡീസ്, പീസ് സ്റ്റഡീസ് എന്ന് പറയും അതിന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സമാധാനപരമായിട്ട് സംസാരിക്കാനും സമാധാനമായി തിങ്ക് ചെയ്യാനും അതിനെപ്പറ്റി പല വിധത്തിൽ പല ലെവലിൽ ആലോചിച്ച് സൊസൈറ്റിയിൽ എങ്ങനെയൊക്കെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്, ഇതിന്റെ എന്തായിരിക്കും ഇതിന്റെ പരിണാമം എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തെ അടിവേരിൽ പോയി നമുക്ക് അതിന്റെ കോൺഫ്ലിക്റ്റിനെ മാറ്റി എടുക്കാൻ പറ്റും. ട്രാൻസ്ഫോം ചെയ്യാണ് ഇവിടെ മനുഷ്യന്റെ ഡിപ്പെൻഡൻസ്. അത് എങ്ങനെയായിരിക്കും? ബിഹേവിയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്റർ ഡിപ്പെൻഡൻസ് ആയിക്കോട്ടെ, ഓരോരുത്തരുടെയും വ്യത്യാസം ഉണ്ടാവും. അതിനെ മനസ്സിലാക്കിയിട്ട് വേണം അതിനെ ഓർഗനൈസ് ചെയ്യുന്നവർ ചെയ്യാനായിട്ട്. ഓർഗനൈസിങ് സ്കില്ല് ഉള്ളവര് പ്രാക്ടിക്കലി അവർ ഇതിനെപ്പറ്റി പല വിധത്തിൽ ആലോചിച്ചിട്ടായിരിക്കും ചെയ്യുക. അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് അത് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ അവയർനെസ് കൊടുത്ത് ആണ് ആൾക്കാരെ കൊണ്ടുവരിക. നമ്മളുടെ ഇപ്പൊ കോവിഡ് സമയത്ത് പെട്ടെന്നായിരുന്നില്ലേ ഈ ആൾക്കാരെ നമ്മൾ എങ്ങനെ മാറ്റിയെടുത്തു? ഓൺലൈനിൽ പഠിപ്പിക്കാനായിട്ട് മനസ്സിലാക്കി കൊടുത്തു. അതേമാതിരി ഒന്നൊന്നായിട്ട് കോൺഫ്ലിക്റ്റ് ഒക്കെ അല്ലെങ്കിൽ സംഘർഷം വരുമ്പോൾ അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇതിൽ തന്നെ ഓവർകം ചെയ്ത് വരുമ്പോൾ ആൾക്കാരുടെ ഇമോഷൻസ്, അതേമാതിരി വിചാരങ്ങൾ എല്ലാത്തിനും സ്ട്രക്ചറിൽ വ്യത്യാസം വരും. അപ്പോൾ ഈ പീസ് ഫോർമേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതിനെ ഏത് വിധത്തിൽ ചെയ്യുന്നു, ഇതുകൊണ്ട് എന്താണ് നമ്മൾക്ക് ഉപകാരങ്ങൾ, ഇതൊക്കെ ഷോർട്ട് സൈറ്റഡ് ആയിരിക്കാം. പക്ഷെ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനെ വേണ്ട വിധത്തിൽ സ്ട്രക്ചറിൽ ചെയ്യണം, സ്ട്രക്ചറിൽ കൊണ്ടുവരണം. ആ സ്ട്രക്ചറിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ എല്ലാവർക്കും ഇത് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോണ സ്ട്രക്ചറിൽ വളരെ സിമ്പിൾ എക്സാമ്പിൾ ആണ് റേഷനിങ് മെത്തേഡ്. ഇപ്പൊ ഓണം സിറ്റുവേഷൻ ആണ്, റേഷനിങ് മെത്തേഡ് ഉണ്ട്. അപ്പൊ അതിന് മെത്തേഡ് എന്തിനാ? സ്ട്രക്ചറൽ മെത്തേഡ് കൊണ്ടുവന്നു. ഇന്ന കളറുള്ള റേഷൻ കാർഡുകാർക്ക് ഇന്ന ദിവസം. അപ്പൊ എന്താ പറ്റുക? കൂട്ടമായിട്ട് ആൾക്കാർ ഒരു കടയിൽ വരാണ്ടിരിക്കും, ആവശ്യമുള്ളവർക്ക് ആദ്യം കിട്ടും. അങ്ങനെ ആ സ്ട്രക്ചറൽ ഗവൺമെന്റ് സ്ട്രക്ചറലായിട്ട് ആൾക്കാരെ ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ട്രെയിൻ ചെയ്ത് പ്രാക്ടിക്കലായിട്ട് ഈ ഡീലിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം വരില്ല. ഇന്നമാതിരി ഇന്ന ദിവസം ഇന്ന ടൈം തൊട്ട് ഇന്ന പെർട്ടിക്കുലർ ഗ്രൂപ്പ്, അതുമാതിരി പറഞ്ഞ് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് ആൾക്കാരെ കൊണ്ട് ഗവൺമെന്റ് അത് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കിട്ടും. ഇനി ഇവിടെ സമാധാനം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നാണ്. ഈ സമാധാനം എന്ന് പറയുന്നത് എല്ലാവരും സ്വന്തം മനസ്സിലുള്ള കാര്യമാണ്. നമ്മളുടെ വീട്ടിലത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന് ആലോചിച്ച് നോക്കൂ, വലിയ പ്രശ്നങ്ങൾ ഇല്ലാണ്ട് പോകും. അതേമാതിരി നമ്മൾ രാജ്യത്തില് ഫുൾ ലെവലിലാണെങ്കിലും ഇത് തന്നെയാണ് വരാൻ പോകുന്നത്. കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ സംഘർഷത്തിനെ വലുതാക്കാണ്ടിരിക്കുക, ആ സംഘർഷത്തിന്റെ പിന്നാലെ പരിണാമങ്ങളെ കൊണ്ട് മനസ്സിലാക്കിപ്പിക്കുക, അതിന്റെ അനന്തര അവസ്ഥകൾ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെപ്പറ്റി ആൾക്കാർക്ക് സമാധാനമായിട്ട് തിങ്ക് ചെയ്യാനും അതേമാതിരി ആലോചിക്കാനും പ്രാവർത്തികമാക്കാനും അത് പറ്റുന്നതാണ്. ഈ കാറ്റഗറീസ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 2 കാറ്റഗറീസ് ഉണ്ട്. രണ്ട് അപ്രോച്ച് ഉണ്ട്, സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും ഉണ്ട്. അപ്പൊ അതിൽ ഒബ്ജക്റ്റീവിൽ നമ്മൾ സോഷ്യൽ പൊളിറ്റിക്കൽ മേക്കപ്പിൽ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. സബ്ജക്റ്റീവിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും പ്രൈമറി ലെവലില് ഏതായിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് കൊണ്ടുവരേണ്ടത്. അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം കൊണ്ടുപോകണം, ഏത് വിധത്തിൽ അതിനെ സോൾവ് ചെയ്ത് കൊണ്ടുപോകാം, ഏത് കോഴ്സസ് കൂടെ കൊണ്ടുപോകാം, ഏത് സ്റ്റേജസ് കൂടെ കൊണ്ടുപോകാം. ഇനി 2 കാറ്റഗറീസ് നമ്മൾ പറഞ്ഞു, വയലന്റും നോൺ വയലന്റും. അപ്പോൾ ഈ നോൺ വയലന്റിലും വയലന്റിലും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. കാരണം വയലന്റ് ആയിപ്പോയാൽ അവിടെ അതിന്റെ സമയം മാറിപ്പോവാണ്, അതിന്റെ ഡീറ്റെയിൽസ് മാറിപ്പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനെ നമ്മൾ നോൺ വയലന്റ്, അതുകൊണ്ടാണ് ഗാന്ധിജി നോൺ വയലന്റ് മെത്തേഡ് ആക്സെപ്റ്റ് ചെയ്തത്. സത്യാഗ്രഹ ആൻഡ് നോൺ വയലന്റ് മെത്തേഡിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കൊണ്ടുവന്നു നമ്മളുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്. അതുകൊണ്ട് നമുക്ക് ലോകത്തിൽ ആദ്യമായിട്ടുള്ള ഒരു വാറില് പ്രയോറിറ്റി കിട്ടിയത്, ജീവിതത്തിൽ ആദ്യമായിട്ട് ലോകത്തിലെ മുഴുവനും
നോൺ വയലൻസ് മുഖാന്തരം സ്വാതന്ത്ര്യമായ ഒരു കൺട്രി എന്നുള്ള ലെവല് ഇന്ത്യക്കുള്ളത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ അത് മനസ്സിലാക്കി ഇതിന്റെ പരിണാമം എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ആ കാലഘട്ടത്തിൽ അവരെ കൊണ്ടുവന്നിരുന്നത്. ഇനി അടുത്തതാണ് നോൺ വയലന്റ് കോൺഫ്ലിക്ട്സില് നമ്മള് ആബ്സെൻസ് എന്താണ് ആബ്സെൻസ് കോൺഫ്ലിക്റ്റിന്റെ അതില്ല അവിടെ സംഘർഷം ഇല്ല എന്നുകൊണ്ട് അത് അവിടെ കോൺഫ്ലിക്റ്റ് നോൺ വയലന്റ് ആവുന്നില്ല. ഇതിൽ അവിടെ വയലൻസും ഉണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു വിധത്തിനും അത് ഫോഴ്സിന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. എതിർത്ത് കൊടുക്കാനായിട്ട് ഇൻവോൾവ് ചെയ്യിക്കാണ്ടിരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കോൺഫ്ലിക്റ്റിനെ നോട്ടീസ് ചെയ്യാണ്ട് പോവോ, അല്ലെങ്കിൽ ഇതിന് സ്റ്റാർട്ട് കിട്ടാണ്ടിരിക്കുമ്പോൾ ആറിത്തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടുള്ളതാണ് ഈ വയലൻസ് വരുന്നത്. അത് ഇല്ലാണ്ട് വരുമ്പോൾ, ദേഷ്യം വരാണ്ട് വരുമ്പോൾ കൂളായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ തന്നെ എല്ലാ സംഘർഷത്തിനും ഒരു ഫേസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഫേസിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാനിഫെസ്റ്റേഷൻ ആണ്, മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. മാറ്റിയെടുത്ത് വരുമ്പോഴത്തേക്കും ഒരു രണ്ട് പാർട്ടീസ് തമ്മിലാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തമ്മിൽ റെപ്രസെന്റേറ്റീവ്സ് തമ്മിലാണ്, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ആയിട്ട് ഒരുമിച്ച് പോകാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പ്, ഇൻകോമ്പാക്റ്റബിൾ ഗോൾസ് എന്താ അണ്ടർമൈൻ ചെയ്തുകൊണ്ട് പോവുക, ഡയറക്റ്റ് ആയിക്കോട്ടെ ഇൻഡയറക്റ്റ് ആയിക്കോട്ടെ, ഓരോരുത്തരുടെയും ഗോൾ എന്താണ്, ആ ഗോളിലേക്ക് അല്ലെങ്കിൽ ആ എയിമിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോ, അതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വയലൻസ് ഉള്ളതിനെ മാറ്റി നമുക്ക് നോൺ വയലന്റ് മെത്തേഡിൽ കൂടെ, അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഇല്ലാണ്ട് നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. ഇനി വയലന്റ് കോൺഫ്ലിക്ട്സ് വന്നു, അല്ലെങ്കിൽ സംഘർഷങ്ങൾ വന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഒരു കാരണം കൊണ്ടും പീസ്ഫുൾ ആയിട്ടുള്ള എത്രത്തോളം പീസ്ഫുൾ ആയിട്ട് ഡോമിനേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എത്രത്തോളം പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ആദ്യം നോക്കേണ്ടത്. അപ്പോൾ കോൺഫ്ലിക്റ്റിനെ നമ്മൾ, അല്ലെങ്കിൽ സംഘർഷത്തിനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഫോഴ്സ് ഉപയോഗിച്ചാൽ എത്രത്തോളം ഫിസിക്കൽ ഡാമേജസ് വരും, എത്ര ഹ്യൂമൻ കാഷ്വാലിറ്റീസ് വരും, ഇതൊക്കെ വളരെ അതിന്റെ പരിണാമം എന്തായിരിക്കും നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു വാറിന്റെ അകത്ത് എത്ര കാഷ്വാലിറ്റീസ് ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി യുക്രൈൻ വാറില് സാധനങ്ങൾ നശിക്കുന്നു, ബിൽഡിങ്സ്, സ്ട്രക്ചറൽ ബിൽഡിങ്സ് പോകുന്നു. ഈവൻ സെക്കൻഡ് വേൾഡ് വാർ ടൈമില് ഹ്യൂമൻ ഈ നാഗസാക്കിയിലും ഇവിടെയും ബോംബ് വർഷം ചെയ്തതുകൊണ്ട്, അറ്റം ബോംബിന്റെ വർഷം ചെയ്തതുകൊണ്ട് വർഷങ്ങളോളം, യുഗങ്ങളോളം അവിടുത്തെ ജപ്പാനിലുള്ള ആൾക്കാർ അതിന്റെ സൈക്കോളജിക്കൽ പ്രോബ്ലംസും ഫിസിക്കൽ പ്രോബ്ലംസും ഹെൽത്ത് ഇഷ്യൂസും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് നമ്മൾ UNO ഇനിയൊരു തേർഡ് വാർ വരാൻ പാടില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഭയങ്കര ടെൻഷനാണ് എവരിവെയർ. അപ്പോ എന്താ പറ്റുന്നത്, ഇനിയൊരു യുദ്ധം വന്നാൽ, വേൾഡ് വാർ വന്നാൽ മനുഷ്യന്റെ ഫ്യൂച്ചറിനെ നിലനിർത്തി കൊണ്ടുപോകാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇതിനെ കോൺഫ്ലിക്റ്റിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഈ ഇഷ്യൂസിനെ നമ്മൾ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കണം. എന്ത് കാരണം കൊണ്ടാണത്, ആ കാരണത്തിന് റൂട്ട് കോസിനെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുക, ഒരു റെസൊല്യൂഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് പണമായിക്കോട്ടെ, പ്രോപ്പർട്ടി ആയിക്കോട്ടെ, സൈക്കോളജിക്കൽ ആയിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രസ്റ്റീജ് ആയിക്കോട്ടെ, ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങള്, ഒരു പവർ കിട്ടിക്കഴിഞ്ഞാൽ ആ പവറും പ്രസ്റ്റീജും എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു തോന്നൽ വരും. അതൊക്കെയാണ് ചെറിയ സില്ലി കാര്യങ്ങള്. പക്ഷെ അതിന്റെ പരിണാമങ്ങൾ വലിയ വലിയ ഡാമേജസ് ആയിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ടെറിട്ടറി ആൻഡ് ബോർഡർ കോൺഫ്ലിക്ട്സ് വലിയ വിധത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇഷ്യൂസ്, ടെറിട്ടറി ആൻഡ് ബോർഡർ കോൺഫ്ലിക്ട്സ്, അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, അല്ലെങ്കിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ടെറിട്ടോറിയൽ ബോർഡറിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയാണ്. നമ്മൾ വളരെ എപ്പോഴും വന്നിട്ടുള്ള കാരണങ്ങളാണ്. പാകിസ്ഥാനില് ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനിലും
ക്രിയേഷൻ ഉണ്ടായതും കോൺഫ്ലിക്റ്റ് ഉണ്ടായതും ആ കോൺഫ്ലിക്റ്റിന്റെ കാരണം വന്നിട്ട് പാകിസ്ഥാനിലുള്ള മുസ്ലിംസും ഹിന്ദുസും. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വരുന്നു, ലാംഗ്വേജ് വ്യത്യാസം വരുന്നു, അവരുടെ സിസ്റ്റം മാറ്റലുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പ്രശ്നങ്ങൾ അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകുകയും ആ സംഘർഷങ്ങൾക്ക് ശേഷമാണ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ രാജ്യം ഉണ്ടാകുകയും ചെയ്തു 1971. അപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും തമ്മിൽ ബോർഡർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പാർട്ടി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, റിലീജിയസ് ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ അങ്ങനെ പോകുന്നു. ടെറിട്ടോറിയൽ ആണെങ്കിൽ നമ്മളുടെ പാകിസ്ഥാൻ എപ്പോഴും കാശ്മീർ ഒക്യുപ്പൈഡ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറി വരുന്നു, അപ്പൊ അവിടെ ടെറിട്ടറി ആവുന്നു. അതേമാതിരി തന്നെ ചൈന വളരെ പതുക്കെ നമ്മൾ ഒരു സ്ഥലമുണ്ട്, ലൈൻ ഓഫ് ബോർഡർ ഉണ്ട്, ക്രോസ് ബോർഡർ ചെയ്യാൻ പാടില്ല എന്ന് വരുമ്പോഴത്തേക്കും അവിടെ ടെറിട്ടോറിയൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നു. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് അവോയ്ഡ് ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾ തനിയെ നിന്ന് പോകും. ഇനി അടുത്തതായിട്ട് നമ്മൾ കോൺഫ്ലിക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാമെന്ന് മൈനോറിറ്റി ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിൽ ഇപ്പൊ ആദ്യകാലത്തിൽ മൈനോറിറ്റി ഗ്രൂപ്പ് ആയിരുന്നവർ ഇപ്പോൾ കൂടുതൽ മെജോറിറ്റി ആയിരിക്കാം. പിന്നെ എത്തനിക് ആയിട്ടുള്ള സിസ്റ്റം. അപ്പൊ ഗവൺമെന്റ് പവർ കോൺഫ്ലിക്റ്റ് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മുടെ ശ്രീലങ്കയിലെ എത്തനിക് തമിഴ് ഗ്രൂപ്പ്സ്, തമിഴ് എല്ലാം വേണം എന്നുള്ള പറഞ്ഞിട്ടുള്ള ആ പ്രശ്നങ്ങൾ അവരെ ഗവൺമെന്റിനോട് ഫൈറ്റ് ചെയ്യുന്നു, തമിഴ് സെറ്റിലേഴ്സ് ദർ. അപ്പൊ എന്താ പറ്റുന്നത്, ഈ ഗ്രൂപ്പ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, ഈ മൈനോറിറ്റി ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഗവൺമെന്റ് പവർഫുൾ ആയിട്ടുള്ള ഗവൺമെന്റ് അത് സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഗവൺമെന്റും ഒരു ഗ്രൂപ്പുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ശ്രീലങ്കയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങളെ വലുതാക്കി എടുക്കാണ്ടിരിക്കുക. ഇനി ഫോർമുലേഷൻ ചെയ്തു വരുമ്പോൾ ഓരോ എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് ആയിക്കോട്ടെ, സെൽഫായിട്ട് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഡിമാൻഡ്, നമ്മളുടെ ഡിമാൻഡ് എന്താണ്, ഈ ഡിമാൻഡിനെ നമ്മൾ അനുസരിച്ചിട്ട് പോവുക. അതും ഗവൺമെന്റും ആ കമ്മിറ്റിക്കാരും അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകാരായിട്ട് ഒന്ന് സന്ധി സംഭാഷണം മുഖാന്തരം അവർക്ക് കുറച്ച് വിട്ടുവീഴ്ചയോടെ പോയി കഴിഞ്ഞാൽ ഈ പവർഫുൾ ആയിട്ടുള്ള സംഘർഷങ്ങൾ കുറയ്ക്കാൻ പറ്റും. ഇനി കോൺഫ്ലിക്ട്സ് എങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നത്. ഇതിൽ പെട്ടെന്ന് ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണത്. ഇതില് റീസൺസ് ആണ്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ്, ഏത് കാരണങ്ങൾ കൊണ്ടാണ്, ബേസ്ഡ് ഇഷ്യൂ ആണോ, നാച്ചുറൽ റിസോഴ്സസ് ആണോ, ഇന്റർപേഴ്സണൽ റിസോഴ്സസ് ആണോ, ഇന്റർ ഗ്രൂപ്പ് ഡിഫറൻസസ് ആണോ. ഇങ്ങനെ വരുമ്പോഴും പവർ, വാല്യൂ, പവർ, ഇത് മൂന്നും ആൾക്കാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സംഘർഷത്തിനും കാരണമാകാം. ഇക്കണോമിക് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ ധനപരമായിട്ടുള്ളതാണ്. ധനപരമായിട്ടുള്ള പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ ധനം സമ്പാദിക്കുന്നതിലോ അല്ലെങ്കിൽ ബിഹേവിയർ പ്രോബ്ലംസ് വരാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ ട്രേഡ് യൂണിയൻ എടുക്കുകയാണ്, മാനേജ്മെന്റും ട്രേഡ് യൂണിയനും കോമ്പാക്റ്റബിൾ ആയിട്ട് പോകുന്നില്ലെങ്കിൽ അവിടെ അവരുദ്ദേശിക്കുന്നത് മുഴുവൻ ഞങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടണമെന്ന് ട്രേഡ് യൂണിയൻ വിചാരിക്കും, മാനേജ്മെന്റ് വിചാരിക്കും ഞങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല. ഈ നോക്കുകൂലി എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേരളത്തിൽ, അത് എക്സാമ്പിൾ ആണ് അതിന്. ഇനി അടുത്തതായിട്ട് വാല്യൂ കോൺഫ്ലിക്റ്റ്. വാല്യൂ എന്താണ്, ലൈഫിൽ വാല്യൂ ഉള്ളത്, പ്രിഫറൻസസ് എന്താണ്, പ്രിൻസിപ്പിൾസ് എന്താണ്, ഇതിനെ നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ കോൾഡ് വാർ നടന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചു, ആ സമയത്ത് നമ്മുടെ വാല്യൂ പറഞ്ഞു. നമ്മൾ കോൾഡ് വാർ ടൈമിൽ ഇന്ത്യ, പാകിസ്ഥാൻ അല്ലെങ്കിൽ റഷ്യയുമായിട്ടോ USA ആയിട്ടോ നമ്മൾ ജോയിൻ ചെയ്തില്ല. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് കൊണ്ടുവന്നു. നമ്മുടെ വാല്യൂ അതായിരുന്നു, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് കൊണ്ടിരിക്കുക. വലിയ പവർഫുൾ ആയ സൂപ്പർ പവറോട് കൂടി ജോയിൻ ചെയ്യാണ്ടിരുന്നിട്ടാണ് നമ്മൾ വന്നത്. ഇനി പവർ കോൺഫ്ലിക്റ്റ്, ഇതിൽ തന്നെ ഓരോ പാർട്ടി, ഏത് പാർട്ടിയാണോ പവർഫുൾ ആയിട്ടുള്ളത് അവരുടെ സ്ട്രഗിൾ ആണ് വരുന്നത്. അപ്പൊ അതിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് പോകാൻ പറ്റും. ഈ ഗ്രൂപ്പ് തമ്മിലുള്ള പാർട്ടീസ് അല്ലെങ്കിൽ പവർ റിലേഷൻഷിപ്പ്, എങ്ങനെ എത്രത്തോളം ഒരു പാർട്ടീനെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ ഇൻവോൾവ് ചെയ്യിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പ്യുവർ ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ്, മിക്സർ ആയിട്ടുള്ള എല്ലാവരും സോഴ്സസിനെ ഉപയോഗിച്ച് കൊണ്ടുവരിക. ഇൻഎഫക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലാകുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുക,
അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മനസ്സിലൊന്ന് വിചാരിക്കും, പറയുന്നത് വേറൊന്നായിരിക്കും, അല്ലെങ്കിൽ പറയുന്ന മെത്തേഡ് അതും തെറ്റായി പോകുമ്പോഴും അവിടെ കമ്മ്യൂണിക്കേഷൻ പുവറായി പോകും. അപ്പൊ എന്താവും, ആ കമ്മ്യൂണിക്കേഷൻ പുവർ ആകുമ്പോൾ അതിനെ ഡിഫറെന്റ് ലെവലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലമാണത്. ഇനി ലാക്ക് ഓഫ് സ്കിൽസ് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല്, ഈ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഞാൻ പറയുന്ന ഏത് വാല്യൂ വെച്ചുകൊണ്ട് പറയുന്നോ ആ വിധത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതാണ് അവിടെ സ്കില്ല്. മെത്തഡോളജി, പറയുന്ന മെത്തേഡ്, അതിനെ നമ്മൾ ഒരു സ്കില്ലായിട്ട് കാണുന്നു. ആ സ്കില്ലിൽ കൂടി ഇവിടെ കമ്മ്യൂണിക്കേഷനിൽ പറയുന്ന ജനനേതാക്കൾ പറയുന്നത്, ഇവിടെ വരുന്ന മിസ്റ്റേക്സ് അങ്ങനെയാണ്. ചില സമയത്ത് നേതാക്കന്മാർ പറയുന്നതായിരിക്കില്ല ആൾക്കാർക്ക് മനസ്സിലാവുക, അവർ വേറെ മിസ്ഇന്റർപ്രിട്ടേഷൻ ചെയ്യും. അപ്പോൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ നിന്ന് മാറ്റിപ്പോ എത്രത്തോളം മേലെ പോകാൻ പറ്റും, എസ്കലേറ്റ് ചെയ്ത് കൂടുതലാവുന്നത് എപ്പോഴും ഡിഫിക്കൽട്ടാണ്. ഒരു ചെറിയ കാര്യം വലുതായി, എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കാം ഇത് ഉണ്ടാവുന്നത്? ഭയം കൊണ്ട് ഉണ്ടാകാം, ഡിഫൻസ് മെത്തേഡായിട്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ത്രെട്ടായിട്ട് ഉണ്ടാകാം, പേടിച്ചിട്ട് ചെയ്യാണ്ടിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ എസ്കലേഷൻ എന്ന് പറയുന്നത് കയറി ഈ ചെറിയ ഭയത്തിന് അല്ലെങ്കിൽ സംഘർഷത്തിന് വലുതായി വരിക എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ എത്രത്തോളം ട്രസ്റ്റിങ്ങിലും കോമ്പറ്റീറ്റീവായിട്ടും കൊണ്ടുപോകാൻ പറ്റുമോ അത് നമുക്ക് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫഷൻസി ഉണ്ട്. അപ്പൊ അതിലും ഇതൊക്കെ കാര്യങ്ങള് നമ്മൾ പറയാൻ പറ്റുന്നത് വളരെ ചെറിയ കാര്യങ്ങൾ തന്നെയാണ്. ഈ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ചെയ്യുക, അത് കൗണ്ടർ ആക്ട് ചെയ്യുക. മീഡിയേറ്റർ, രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ നടുവിലൊരു ഗവൺമെന്റ് ആൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലൈഫ് മീഡിയേറ്റർ മധ്യസ്ഥത വെച്ച് അത് തീർത്തു കൊണ്ടുപോകാൻ പോവുക. ഇന്റർ പേഴ്സണൽ കോൺഫ്ലിക്റ്റിൽ വരുന്നത് പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റ്, ഇവിടെ പേഴ്സണാലിറ്റി വരുന്നത് ഓരോരുത്തരുടെയും പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വെച്ചിട്ടാണ്. കോമൺ ടാക്ടിക്സ് ആയിട്ട് നമ്മൾ നോക്കുന്നത് റിവാർഡ് കൊടുക്കുന്നു അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇമോഷണൽ ആയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ ഫ്ലാറ്ററി, ഇതൊക്കെ പേഴ്സണാലിറ്റിയിൽ വരുന്ന ഒരു ബ്രേക്ക് ഡൗൺ ആണ്. അതിന് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ റിലേഷൻഷിപ്പ് കട്ടായി പോകും. കോൺഫ്ലിക്റ്റിന്റെ റോൾ എന്താ വരുന്നത് വെച്ചാൽ, ഇവിടെ ഒരാൾക്കാർ തമ്മിലുള്ള ഇന്റർ ഡിപ്പെൻഡന്റ് സോഷ്യൽ സിസ്റ്റമാണ്. അപ്പോൾ അതിനെ കഴിയുന്നിടത്തോളം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കണം. സ്റ്റേറ്റ് ലെവൽ ആയാലും ശരി, നാഷണൽ ലെവൽ ആയാലും ശരി. ഇന്റർ ഗ്രൂപ്പിലും പല ഗ്രൂപ്പിലും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, തിരിച്ചു പറയുന്നു, സൈക്കോളജിക്കലായാലും ഇതിനെ കുറച്ച് കൊണ്ടുവരാൻ നോക്കുക. ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റിന്റെ വളരെ ടെൻസ് ആയിട്ടുള്ള മാറ്റേഴ്സ്, സെൻസിറ്റീവ് ആയിട്ടുള്ള മാറ്റേഴ്സ് കഴിയുന്നിടത്തോളം അതിനെ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം വരില്ല. മൾട്ടി പാർട്ടി കോൺഫ്ലിക്റ്റ് വരുമ്പോൾ പല പാർട്ടീസാണ്, എല്ലാവർക്കും ഉദ്ദേശം ഒന്ന് തന്നെയായിരിക്കും, എക്കണോമിക് വാല്യൂ, പവർ വാല്യൂ, ഇതിനെയൊക്കെ നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവരുന്നിട്ട് അതിനെ കോൺഫ്ലിക്റ്റിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇന്റർനാഷണൽ കോൺഫ്ലിക്റ്റ് വരുമ്പോഴത്തേക്ക് നാഷണൽ ലെവലില് പല ഡിപ്ലോമസി വേണം. നയതന്ത്രപരമായിട്ട് ഇതിനെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെക്കാനിസത്തിൽ കൂടെ നമ്മൾ അതിനെ അല്ലെങ്കിൽ അവർ അഭിപ്രായ വ്യത്യാസങ്ങളെ ഒതുക്കിയെടുക്കാൻ പറ്റും. ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് വരുന്നത് നമ്മൾ കോൺഫ്ലിക്റ്റിനെ അവോയ്ഡ് ചെയ്യുന്നതാണ്. അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാ റിലേഷനും ബെറ്റർ ആവും. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഡിപ്ലോമസി ഫെയിലിയർ ആയിപ്പോയാൽ, ഡിപ്ലോമാറ്റിക് മിഷൻസ് ഫെയിലിയർ ആയിപ്പോയാൽ അത് വാറിലേക്ക് പോകും. വാറിലേക്ക് പോയാൽ ഭയങ്കര നഷ്ടങ്ങൾ ഉണ്ടാവും. ഇതിനെ മനസ്സിലാക്കി കൊടുക്കുക. അതാണ് പണിഷ്മെന്റിലും അനിഹിലേഷനിലും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പണിഷ്മെന്റ് നമ്മൾ നേരത്തെ പണിഷ് ചെയ്തു, ഒരാളെ ഉപദ്രവിച്ചു, അവർക്ക് പണിഷ്മെന്റ് കൊടുത്തു. അടുത്തതായിട്ട് കോൺകസ്റ്റ് ചെയ്തെടുക്കുകയാണ്, അടിച്ചു പിടിച്ചെടുക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴും ആ ഡോമിനന്റ് പവറിൽ വരാൻ പാടില്ല. ഇതോടുകൂടി നമ്മുടെ ഈ എന്താ പറയാ, പുതിയ വെപ്പൺസ് ഒക്കെ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ഡിസ്ട്രോയ് ആയിപ്പോകും, വേൾഡ് തന്നെ ഡിസ്ട്രോയ് ആയിപ്പോകും. നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ നമ്മൾ ഡിഫെൻസിനും ഉപയോഗിക്കാം, ഒഫെൻസിനും ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ബൗണ്ടറി ഡിസ്പ്യൂട്ട്സോടുകൂടി ഈ കാര്യങ്ങൾ നിന്നു. നമസ്കാരം.